മട്ടൻ ബിരിയാണിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. വളരെ ഈസിയാണ്. നമ്മുടെ എന്താ പറയാ തലശ്ശേരി ബിരിയാണി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ബിരിയാണി പോലെ അങ്ങനെ കുറെ നേരം ഒന്നും വഴറ്റണ്ട. എല്ലാ സാധനങ്ങളും ഒന്ന് ചൂടാകുമ്പോൾ തന്നെ ടപ്പേ തന്നെ പിന്നാലെ ഓരോ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം നമുക്ക്. അതുപോലെ ഈസിയാണ് ഈ ബിരിയാണി തയ്യാറാക്കാൻ. ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആണ്. മട്ടൻ വെച്ചിട്ട് മാത്രമല്ല ചിക്കൻ വെച്ചിട്ട് ബീഫ് വെച്ചിട്ട് ഒക്കെ നിങ്ങൾക്ക് ഈ ബിരിയാണി തയ്യാറാക്കട്ടോ. പിന്നെ ജീരകശാല അരി ഉണ്ടല്ലോ ചെറുത്, അതന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, നമുക്ക് ഇത്തിരി കൂടി ടേസ്റ്റ് കൂടുതലാണ്. അതുപോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുക്കിങ്ങിന് വിജയചേട്ടനും ഉണ്ട്, കെട്ടിയവനും ഉണ്ട്. അപ്പോൾ വീട്ടിൽ വരുന്നവരുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും തയ്യാറാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഞാനത് ഷൂട്ട് ചെയ്തു. പിന്നെ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ എണ്ണ ഇത്തിരി കൂടുതലായിട്ട് തോന്നും, പക്ഷെ ഈ ബിരിയാണിക്ക് ഉണ്ടല്ലോ എണ്ണ വേണം. അമ്പൂർ സ്റ്റൈൽ ബിരിയാണി തയ്യാറാക്കുമ്പോൾ എണ്ണ വേണം, അതാണ് അതിന്റെ രുചി. നമ്മളിപ്പോ എപ്പോഴും തയ്യാറാക്കുന്നില്ലല്ലോ. ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഫെബ്രുവരിയിലൊക്കെ ഞങ്ങളാണ് ഒരു ബിരിയാണി കഴിച്ചത്. പിന്നെ ഇപ്പോഴാണ് നിങ്ങൾ കഴിക്കുന്നത്. അന്ന് കഴിച്ചത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന പോലത്തെ ബിരിയാണി ആയിരുന്നു കേട്ടോ, ഫെബ്രുവരിയിൽ. അതുകൊണ്ട് ഇപ്പോഴാണ് ഞങ്ങൾ ബിരിയാണി കഴിക്കുന്നത്. സത്യമുള്ള കാര്യം, വെറുതെ പറയുന്നൊന്നുമല്ല. അപ്പൊ ഇടയ്ക്കൊക്കെ അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കിയാലും വിരോധമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുക, നെയ്യൊന്നും വേണ്ടതില്ല. അപ്പോൾ നിങ്ങൾ ആരും ഇത് തയ്യാറാക്കി നോക്കാതിരിക്കാൻ മറക്കരുത്. ഒരു നഷ്ടമായിരിക്കും ഇത് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ. നല്ലൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. നിങ്ങൾക്ക് ഏത് മീറ്റ് വെച്ചിട്ടും ഇത് തയ്യാറാക്കാം. നമുക്ക് എങ്ങനെയാണ് റെസിപ്പി തയ്യാറാക്കാൻ നോക്കാം. കുക്കറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കുക്കറിൽ ഒരു 6 ടേബിൾ സ്പൂൺ 7 ടേബിൾ സ്പൂൺ ഓയിൽ ഉണ്ടാവും അല്ലേ? ഒരു 7 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മള് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരച്ചത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം നമുക്ക്. ഇവിടെ അരച്ചത് ഒരു ടേബിൾ സ്പൂണ് മതിയാവും കേട്ടോ. ശരിക്കും നിറച്ചെടുക്കണം. 1 ടേബിൾ സ്പൂണ്, ഒന്നല്ല ഒരു 1.5 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മളിത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മളിത് മൊരിയിക്കാൻ നോക്കാണ്. ചിത്രം ഉണ്ടാക്കിയ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് വീട്ടില്. അതിന്റെ അളവ് നീ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? 1.5 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ഇപ്പൊ നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഗാർലിക് പേസ്റ്റ് ഇവിടെ ഉണ്ടാക്കിയതാണ്. ഞാൻ ഗാർലിക് പേസ്റ്റ് അരച്ചത് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. അതെങ്ങനെയാന്ന് വെച്ചാൽ ജിഞ്ചർ ഞാൻ എടുക്കാറ് ഇഞ്ചി എന്ന് പറയാം, അത് നല്ലത്. ഇഞ്ചി 100 ഗ്രാം എടുക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും വെളുത്തുള്ളി 90 ഗ്രാം, ഒരു 10 ഗ്രാം കുറവാണ് ഞാൻ എപ്പോഴും ചേർക്കാറ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കുമ്പോൾ. ചിലവര് സമം ഒപ്പെടുക്കും, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം. പക്ഷെ എനിക്ക് ഈ ഒരു അളവിന് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അതെ, ഞാൻ സവോള ചേർത്ത് കൊടുക്കണം. നീളന ഇഞ്ഞച്ച സവോള ഒരു 4 ഉണ്ടാവൂലേ? 4 സവോള. വലുതാണെങ്കിൽ ഒരു 2 വലിയ മന്ദനായിട്ട് വരുന്ന സവോളയില്ലേ? ഓ, മന്ദൻ ചേട്ടനുണ്ടല്ലേ? നിന്റെ കല്ല് നിക്കണ ചിത്രോ മുല്ലപ്പൂം പൊടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ട സൗരഭ്യം എന്ന് പറഞ്ഞിരുന്നു. ശരി. അപ്പത്തേനും വിജയചേട്ടൻ തക്കാളി അരിയാൻ പോയേക്കാണ്. എനിക്ക് പണി തരാൻ വേണ്ടിട്ടല്ലേ എന്നെ വിട്ടത്? അതെ, പിന്നെ അല്ലാതെ പോയി 2 തക്കാളി അരി ചേട്ടാ. എന്താ ചേർക്കാൻ പോണത്? ഇനിയിപ്പത് ചൂന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. വഴറ്റി വന്നിട്ടുണ്ട് ഇതിന്റെ അർത്ഥം. വഴഞ്ഞു വരികയാണ്. അപ്പൊ ഇനി ഇതിലോട്ട് നമുക്ക് ഇതാണ്ട ഇത് എന്നിട്ടാന്ന് വെച്ചാൽ നമ്മുടെ വറ്റൽമുളക് ചൂടുവെള്ളത്തിൽ ഞാൻ കുതിർത്തി അരച്ചെടുത്തതാണ് കേട്ടോ. ഒരു 10-25 എണ്ണം ഞാൻ കുതിർത്തി അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഇത് മൊത്തം വേണോ വേണ്ടേ എന്നുള്ളത് ഞാൻ പറയാട്ടോ. ഒരു 4 ടേബിൾ സ്പൂണൊക്കെ മതിയാവും ഇത്. ഞാൻ ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോ 3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ കേട്ടോ. നമ്മളിത് എന്നും സ്പൂണിന്റെ അളവൊന്നും നോക്കണില്ലല്ലോ, അങ്ങോട്ട് ചേർത്ത് കൊടുക്കാറാണ് പതിവ്. വിജയേട്ട അപ്പുറത്ത് മല്ലിയിലൊക്കെ സെറ്റാക്കാണ്. നമുക്ക് ഭാരം കൂടിയ പണി മുഴുവൻ നമുക്ക് തന്നേക്കാം. അതെ, മല്ലിയില അരിയിലാണ് അത്ര വലിയ ഭാരം. മല്ലിയില, തക്കാളി, സവോള, എന്നിട്ട് അത് വേഗത്തിൽ അരിയിലില്ല എന്ന് പറഞ്ഞുള്ള അഭ്യാസമാണ് ഇവിടെ മുഴുവൻ നടന്നിട്ടിരിക്കും. അത് ക്യാമറ കട്ട് ചെയ്തിട്ടാണ് കാണിക്കണേ. കാരണം കൊണ്ട് ആരും കേൾക്കണില്ലല്ലോ. എന്ത് നല്ല തമാശ. ഞാനത് 4 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഞാനൊരു 25 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു 4 ടേബിൾ സ്പൂൺ വന്നു അരച്ചപ്പോ. അത് മൊത്തം ചേർത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ആയിരുന്നു. അപ്പൊ നല്ല എരിവ് വേണ്ടെന്നുള്ളവർക്കൊക്കെ ഒരു 20 എണ്ണം എടുത്താൽ മതിയാവും. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിരിക്കില്ലേ? നല്ല എരിവ് വേണ്ടവരാണ് ഞങ്ങള്. അതെ, എണ്ണയൊക്കെ അത്യാവശ്യം വേണട്ടതില്ല. എന്നാലാണ് ഈ ബിരിയാണി, ഈ അമ്പൂർ ബിരിയാണി എന്ന് പറയുന്നതിൽ അത്യാവശ്യം എണ്ണ വേണം. ഈ മുളക് നല്ലൊന്ന് മൂത്ത് വരണം കേട്ടോ, അല്ലെങ്കിൽ ഒരു പച്ചമണം എടുക്കും. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടാ, അധികം ആവണ്ട, 1/2 ടീസ്പൂണ് മതി. അപ്പൊ നമ്മുടെ ഇത് മുളക് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് അടുത്തതായിട്ട് തക്കാളി, അതൊരു വലിയ തക്കാളി അല്ലെ ചിത്ര? ഒരു വലിയ തക്കാളി നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. അത് അതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഒരു 2 മിനിറ്റ് നമ്മൾ നന്നായി ഒന്ന് ഇളക്കിയോളൂ കേട്ടോ. അപ്പൊ ഏകദേശം ഇപ്പൊ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് വിട്ടു വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിന്. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോണതാണ് നമ്മുടെ മെയിൻ സാധനം, മട്ടൻ. മട്ടൻ ആണെങ്കിൽ ചേർത്ത് കൊടുക്കാൻ പോണത്. ഇത്
അല്പം കൂടിപ്പോയോ? ഇല്ലില്ല, ആവാം, അത്രയാവാം, പ്രശ്നമില്ല. ഇല്ലല്ലേ? മറ്റേ വൺ മാൻ ഷോയില് പറയണ പോലെ ആ ദേവി വിളിക്കൊരു പ്രശ്നമില്ലേ ഇല്ലേ എന്നൊരു സംശയം. അപ്പൊ നമ്മള് മട്ടൺ അങ്ങനെ തിരിഞ്ഞോ? കുഴപ്പമില്ല. 1 കിലോ മട്ടൺ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ കഷ്ണമായിട്ടാണ് എടുത്തേക്കുന്നത്. നമ്മളൊന്ന് അതിലേക്ക് നന്നായി ഒന്ന് ഇളക്കി ചേർക്കട്ടെ കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇപ്പൊ തന്നെ ചേർത്ത് കൊടുക്കാട്ടോ. ഇടയ്ക്കൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ ഒരു സ്വല്പം എണ്ണയൊക്കെ വേണം, അല്ലെങ്കിൽ ബിരിയാണിക്ക് ഒരു എന്താ പറയാ, നമ്മള് തൃശ്ശൂർ വേണമെങ്കിൽ ഒരു ഗുമ്മുണ്ടാവില്ലേ. അപ്പൊ നമ്മളിന്ന് ഇതിൽ കാണുന്നുണ്ട്, എണ്ണയൊക്കെ കാണുന്നുണ്ട്. നോക്കാം, നമുക്ക് കൂടുതലാവില്ല. ഇതിലേക്ക് ഈ ബിരിയാണിയിലേക്ക് കുറച്ച് എണ്ണയൊക്കെ വേണം. മട്ടനും തക്കാളിയും ഇതെല്ലാം കൂടെ നല്ലപോലെ ജോയിൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് തൈര് ഇട്ട് കൊടുക്കാൻ പോവാണ്. ചിത്രമൊക്കെ തൈര് ഇട്ടോളൂ. തൈര് ഒരു 1, 2, 3 ടേബിൾ സ്പൂൺ ഞാനിപ്പോ ചേർക്കുന്നുണ്ട്. നമുക്ക് ഇളക്കി നോക്കിയിട്ട് പുളി കറക്റ്റ് ആണോ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇളക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന തൈരിന്റെ പുളി ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നല്ല കട്ട തൈരാണെങ്കിൽ ചിലപ്പോ നല്ല പുളിയൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട്. ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന തൈര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളി കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു 4 ടേബിൾ സ്പൂൺ ഒക്കെ ആയാലും പ്രശ്നം ഉണ്ടാവാറില്ല. നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ നല്ല പുളിയുള്ള തൈരായിരിക്കും കിട്ടുക. അപ്പൊ അത് ശ്രദ്ധിച്ചോളൂ. ഈ നേരത്ത് പുളി ഉപ്പൊക്കെ മസാലയിൽ കറക്റ്റ് ആണോ നോക്കുക. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ഏതായാലും ചേർക്കാം, കുഴപ്പമില്ല. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ല ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആ നേരത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയുടെ ഇല, അത് 1 പിടി ഉണ്ട് കണ്ടോ. 1 പിടി മല്ലിയുടെ ഇലയും അതുപോലെ തന്നെ 1 പിടി ആദ്യം ഇട്ട് കൊടുത്ത് പുതിനയായിരുന്നു കേട്ടോ, മാറിപ്പോയി. ആദ്യം ഇട്ട് കൊടുത്ത് 1 പിടി പുതിനി, 1 പിടി മല്ലി, രണ്ടും ഓരോ പിടി നമ്മുടെ കൈ കൊണ്ട് അതിട്ട് കൊടുക്കാം. നല്ല ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. വെച്ചിട്ട് നമ്മുടെ മട്ടൺ വേവിച്ചെടുക്കണം. അത് ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് വിസിലൊക്കെ മാറും കേട്ടോ. ഞാനിപ്പോ എന്തായാലും ഒരു 4 വിസിൽ അടുപ്പിക്കുന്നുണ്ട് ഞാന്. അപ്പൊ ഒരു 4 വിസില് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ ഇനി നമുക്ക് അരി വേവിക്കാനുള്ള പരിപാടി നോക്കാം കേട്ടാ. അപ്പൊ അതിന്റെ അളവ് ചിത്രം പറഞ്ഞു തരൂ കേട്ടോ. ചേട്ടൻ പറഞ്ഞോ? കുഴപ്പമില്ല, നീ പറഞ്ഞു കൊടുത്തേ. ഓക്കെ. അതെന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ചേട്ടൻ പറഞ്ഞ കൺഫ്യൂഷൻ ആയാലും വെച്ചിട്ടാവും. അപ്പൊ ഞാനിവിടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 1.5 ലിറ്റർ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം ഒന്ന് ചൂടായി വരച്ചേട്ടാ. അപ്പൊ ഇത് നമുക്ക് വേണ്ട സാധനങ്ങൾ കാണിച്ചു തരാം. എന്റെ ഈ കുഞ്ഞിക്കൈയിൽ ഒതുങ്ങില്ല, അതുകൊണ്ട് ഞാൻ വിജയിച്ചേട്ടൻ്റെ കൈ വാടകയ്ക്ക് എടുത്തു. ദേ 2 വായനയിലാട്ട വലുത്, അത് ഇതിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വലിയൊരു കഷ്ണം പട്ട ഒന്ന് അടു പൊടിച്ചിട്ട് അത്, പിന്നെ ഒരു വലിയ തക്കോലം, പിന്നെ ഇത് നമ്മുടെ നീരാളിയാണ് കേട്ടോ. ഈ എന്താ പറയാ, ജാതിപത്രിയിലെ നമ്മുടെ ജാതിപത്രിയുടെ ഒരു ചെറിയ കഷ്ണം, പിന്നെ ഒരു 3 ഏലക്കായ, ഒരു 5-6 നമ്മുടെ ഗ്രാമ്പു, പിന്നെ ഒരു 5-6 മണി കുരുമുളക്, ഇതൊക്കെ കൂടിയിട്ട് ഇതിലിടും. അതൊക്കെ കൂടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തെറ്റിപ്പോയി, സോറി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാ ഈ വെള്ളത്തില്, ചോറിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് അതും ചേർത്ത് കൊടുക്കും. ഉപ്പ് അരിയിലിട്ട് മുമ്പ് ഉപ്പൊന്നും നോക്കിയോളൂ കേട്ടോ, അല്ലെങ്കിൽ ചോറിലേക്ക് ഉപ്പുണ്ടാവില്ല കേട്ടോ. അത് ശരിയാ, വെള്ളത്തില് ഉപ്പ് ഇത്തിരി ഒന്ന് മുന്നിലേക്ക് നിൽക്കണം, എന്നാലാണ് നമുക്കത് വെന്ത് വരുമ്പോ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഉപ്പൊന്ന് നോക്കുക വെള്ളത്തില്. ഇതിലുണ്ട് ഉപ്പ് കറക്റ്റാ. അരി എങ്ങനെയാന്ന് വെച്ചാൽ ഒരു 20 മിനിറ്റ് ഞാൻ കുതിർത്തിട്ടുള്ള അരിയാണ് കേട്ടോ. 1.5 കപ്പ് ഞാൻ ഉപയോഗിക്കുന്ന കപ്പ് 250 ml കപ്പാണ്. അതിൽ 1.5 കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 20 മിനിറ്റ് കുതിർത്തിയ അരി, ജീരകശാല അരി കേട്ടോ. വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മുടെ അരി കുതിർത്തിയത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് ഇതൊന്ന് തിളച്ചാൽ മതി കേട്ടോ. ആ തിള വന്നോട് കൂടിയിട്ട് തന്നെ നമുക്കിത് മട്ടനിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ മട്ടൻ വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാട്ടി തരാൻ തുറന്നിട്ട് കണ്ടോ, മട്ടൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റണം. കാരണം ഇതിൽ തന്നെ ഇനി ചോറ് വേവിക്കാനുള്ള സ്ഥലമൊന്നും ഇല്ല. പിന്നെ കുക്കറിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ ഇനി നമുക്ക് ദം ഇടണം. അരി ഇപ്പുറത്ത് കിടന്നിട്ട് ഒരു 1-2 തള വരാനുള്ള ശ്രമമാണ്. അപ്പൊ തന്നെ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മട്ടൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ആ ചാറ് ഒഴിച്ചു ഇതിലോട്ട് നല്ലതായിട്ട് വലിയ പാത്രത്തിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതേ നമ്മുടെ മട്ട ഇവിടെ കിടന്ന് തിളക്കിണ്ട്. ഇപ്പുറത്ത് കണ്ടോ, അരി ഒന്നും ഇങ്ങനെ വെള്ളം ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. അതുപോലെ അരി അതെ കണ്ടോ, ഇതുപോലെ ഒന്ന് തിളച്ചാൽ മതി. അരി ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 തള നല്ല തീ കൂട്ടി വെക്കുക. അരി ഇട്ടിട്ട് ഈ വെള്ളം ഒന്ന് നല്ലോണം തിളക്കി. എത്ര മാത്രം വേണ്ടോ നമുക്ക് ഇനി ഇതിൽ കിടന്ന് വേവേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു എന്താ പറയാ, കണ്ണിയുള്ള അരിപ്പ പോലത്തെ ഒരു അരിപ്പക്കയില് അങ്ങനത്തെ ഒരു പാത്രം വെച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ അരി ഊറ്റിയത് ഇട്ട് കൊടുക്കാം. ഇവിടെ തീ കുറച്ച് വെച്ചോളൂ കേട്ടോ മട്ടന്റെ. ഇപ്പൊ നമ്മുടെ റൈസ്
ഗ്രേവിയിലേക്ക് നമ്മുടെ മട്ടന്റെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇങ്ങനെ പരത്തി കൊടുക്കുക. അധികം അടി ചേർത്ത് ഇളക്കണ്ട. ആ ഗ്രേവി കുറച്ചൊന്ന് മുകളിലേക്ക് വന്നാൽ മതി നമ്മുടെ റൈസിലേക്കൊക്കെ കളർ കിട്ടാനായിട്ട്. ഇതേമാതിരി ഒന്ന് അധികം ഇട്ടിട്ട് കൂട്ടി ഇളക്കരുത് കേട്ടോ. അപ്പൊ അത് കണ്ടോ, ഈ ഒരു പരുവത്തിനായിട്ട് ഇരിക്കണം കേട്ടോ. അധികം വെള്ളം ഇങ്ങനെ മുകളിൽ പാടില്ല. നമ്മൾ ആ മട്ടനിൽ ആദ്യം നമ്മൾ ചേർത്തൂലോ അരക്കപ്പ് വെള്ളം, അത് മാത്രം മതി. പിന്നെ ഈ ഗ്രേവി ഇതിൽ കിടന്ന് സെറ്റ് ആയിക്കോളും. നമ്മുടെ അരിയുടെ മീതെ കണ്ട് വെള്ളം നിൽക്കരുത് ഒരിക്കലും. ഈ ഒരു പരുവത്തിനായിട്ട് വേണം ഇരിക്കാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അളവിന് വെള്ളം എടുത്താൽ മതി, കറക്റ്റ് ആവും. ഇനി നമുക്കിത് ഞാൻ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് മൂടണം. നല്ല എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കണം. മൂടി വെച്ചു കൊടുക്കുക. അതിന്റെ മീതെ നല്ല അമർത്തി വെക്കട്ടോ. എന്നിട്ട് ഞാൻ നമ്മുടെ ഈ ചോറ് വാർക്കണ ക്ലിപ്പ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാണ് 2 സൈഡില്. ഇതിന്റെ മീതെ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ഇടിക്കല്ല, എന്താ പറയാ, ആട്ടല്ലല്ല ഇടിക്കണ വലിയ ചോറുള്ളിയൊക്കെ ആ സാധനം. അല്ലെങ്കിൽ പിന്നെ ഇത്തിരി വെള്ളം നിറച്ചിട്ടുള്ള പാത്രമൊക്കെ വെക്കാം. ഞാൻ ഇപ്പൊ തൽക്കാലം നമ്മുടെ ചോറ് വാർക്കണ അമ്മിക്കുഴ ഒക്കെ വെക്കാം. ഞാൻ നമ്മുടെ ചോറ് അല്ലേ അമ്മിക്കുഴ പറ്റില്ലേ, ആ അവർക്കെല്ലാം മനസ്സിലായിട്ട് വെക്കും. അപ്പൊ നമ്മുടെ ക്ലിപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ചുരുക്കം പറഞ്ഞ. സൈഡ് ഇങ്ങനെ ഇതിന്റെ മീതൊക്കെ തന്നെ അങ്ങനെ ചുരുട്ടി വെച്ചാൽ മതി. അപ്പൊ തീരെ എയർ പോവില്ല പുറത്ത്. ഇതുപോലെ നമുക്കിതൊരു 30 മിനിറ്റ് ചെറുതീയിൽ വെച്ചിട്ട് നമുക്ക് ദം ചെയ്തെടുക്കണം. വളരെ ചെറുതീയിൽ വെക്കുക കേട്ടോ. തീ കൂടി പോരുത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോ നോൺ സ്റ്റിക്ക് ആയിട്ട് പേടിക്കാനൊന്നും ഇല്ല, അത്ര അടിക്ക് പിടിക്കില്ല. വേറെ വല്ല പാത്രങ്ങളാണ് നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ അടിയിലൊരു ദോശക്കല്ല് വെച്ചു കൊടുക്കാം കേട്ടോ. നമുക്കറിയാലോ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോ ഒന്നും ചെയ്യണില്ല. ഞാനിത് ചെറുതീയിൽ വെച്ചിട്ട് 30 മിനിറ്റ് ഡയറക്റ്റ് തീയെ തന്നെയാണ് വെച്ചേക്കുന്നത്. ഒരു 30 മിനിറ്റ് ചെറുതീയിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ദമ്മ് പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചെറുതീയിൽ വെച്ചത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് തുറന്ന് നോക്കാം. നല്ലൊരു മണം വരുന്നില്ലേ, നല്ല മണം വരുന്നുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനത്തെ കയ്യിൽ ഉപയോഗിച്ചാലേ ശരിയുള്ളൂ. മരത്തിന്റെ കയ്യിലിട്ട് ആകെ ഓടയണ പോലെയോ. നമുക്ക് അടിയിൽ നിന്ന് ഇളക്കി കൊടുക്കാം. കണ്ട ചോറൊക്കെ എന്ത് റെഡി മണിയായിട്ട് വന്നേക്കണേ നോക്കി. വെള്ളമില്ല ഒരു തരി പോലും. നമുക്ക് അടിയിൽ നിന്ന് തന്നെ ഇളക്കിയെടുക്കാം. കണ്ട മട്ടനും ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലേ, ചോറൊന്നും തീരെ ഉടഞ്ഞു പോയിട്ടില്ല. നല്ല ഒലർന്നാണ് നമ്മുടെ ചോറൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ റെസിപ്പി എല്ലാവരും തയ്യാറാക്കി നോക്കുക. പിന്നെ എന്താ, പിന്നെ ചിത്രം പറയണ പോലെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പൊ ടേസ്റ്റ് നോക്കാൻ വിജയേട്ടൻ നോക്കുന്നുണ്ടോ? ടേസ്റ്റ് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ, നല്ല ടേസ്റ്റ്, നല്ല മണം തന്നെ ഉണ്ട് ഇവിടെ. അടിപൊളി മണാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് തരി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടുണ്ട്. അരിയൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ട അരിയൊക്കെ വെന്തിട്ടുണ്ട്. പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ചേട്ടന്റെ കൈ വന്നിട്ടുണ്ട് ഇടയിൽ കൂടെ. ചേട്ടൻ ടേസ്റ്റ് നോക്കട്ടെ. ചൂടുണ്ട്. എങ്ങനെയുണ്ട്? എല്ലാം കറക്റ്റാ. ഉപ്പുമ്പുളിയൊക്കെ കറക്റ്റ് ആണോ? എല്ലാം ശരിയായിട്ടുണ്ട്. അടിപൊളി ബിരിയാണി. അതെ, ഇനി ഭാര്യനെ പൊക്കി പറഞ്ഞു എന്ന് പറയണ്ട, അടിപൊളിയാണ്. അപ്പൊ ഈ റെസിപ്പി എല്ലാവരും തയ്യാറാക്കി നോക്കുക.